ഹലോ, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ അതിന് മുന്നേ ഐഷുവിനെ സൗത്ത് പാർക്കിൽ കൊണ്ടുവന്നാക്കണം ഉമ്മയുടെ അടുത്ത്. ഐഷു ഒന്നും സ്കൂളിൽ പോയിട്ടില്ല. ഐഷുവിന് ചെറിയ പനിയുണ്ട്. അപ്പോൾ ഐഷുവിനെ ഡോക്ടറെ കാണിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. ആൾക്ക് മരുന്നുണ്ട്. അപ്പോൾ മരുന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവളെ അവിടെ കൊണ്ടുവന്നാക്കണം. മറ്റേത് ഹോസ്പിറ്റലിലേക്ക് എന്ന് പറഞ്ഞാൽ ആൾ വാശി പിടിക്കാറുള്ളതാട്ടാ. പിന്നെ സ്കൂളിൽ പോകാത്ത കാരണം വാശി പിടിച്ചിട്ടും കാര്യമൊന്നുമില്ല, കൊണ്ടുപോകില്ല എന്നുള്ളത് ആൾക്കറിയാം. അപ്പം അത് കാരണം വേഗം ആൾ സമ്മതിച്ചു, ഞാൻ പൊക്കോണ്ട്, അത് സാരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നമുക്ക് സുഖമായിട്ട് പോവുകയും ചെയ്യാം. ആളെ കൊണ്ട് പോയി കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്നറിയൂ, ഐഷുവിന് ഡോക്ടർ ഫയലെടുക്കണമല്ല പ്രധാനം. മൂപ്പർക്ക് ഫസ്റ്റ് അവിടെ ഹോസ്പിറ്റലിൽ വന്നിറങ്ങിയ ഉടനെ ക്യാൻറ്റീനിൽ പോകണം. അപ്പം നമ്മളാണെങ്കിൽ ഇപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഒരു 2 മണി ആ ഒരു ടൈമിലാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകണത് തന്നെ. അപ്പോൾ ഡോക്ടർ ഇനി ആ സമയത്ത് 3 മണി വരെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവിടെ വന്നിറങ്ങി ക്യാൻറ്റീനിലൊക്കെ പോയി വരുമ്പോഴത്തേനും ഡോക്ടർ എനിക്ക് പോയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഡോക്ടറെ കാണാൻ പറ്റില്ല. അത് കാരണം അവളോട് പറഞ്ഞു വാശി പിടിക്കണ്ട, അവിടെ സിനിമയുടെ അടുത്താക്കി തരാമെന്ന് പറഞ്ഞപ്പോൾ ശരി എന്ന് പറഞ്ഞു. സൈറു സ്കൂളിലേക്ക് പോയിട്ടുണ്ട്, ബത്തുൽ സ്കൂളിൽ പോയിട്ടുണ്ട്. മറിയത്തിന് പിന്നെ ഇപ്രാവശ്യം ക്രിസ്മസ് വെക്കേഷൻ കഴിഞ്ഞിട്ട് ആകെ ഒരു ദിവസം സ്കൂളിലേക്ക് പോകാൻ പറ്റിയിട്ടുള്ളൂ കേട്ടോ, പനിയായ കാരണം. അങ്ങനെ ഐഷുവിനെ വീട്ടിലാക്കിയിട്ടാ. പൊക്കോ വേഗം വരണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആൾ വിട്ടുള്ളത്. പിന്നെ കയ്യിൽ ടാബ് ഉണ്ട്. അപ്പോൾ പിന്നെ വേറെ ആരില്ലെങ്കിലും വീട്ടിൽ ഒതുങ്ങി ഇരുന്നോളും, ആളതും കണ്ടിരുന്നോളും. മകളുടെ അടുത്ത് വാശിയൊന്നും പിന്നെ ഉണ്ടാവില്ല. അങ്ങനെ നമ്മളിപ്പോൾ നേരെ പോണത് ദയ ഹോസ്പിറ്റലിലേക്കാട്ടാ. മറിയത്തിന് 3 ആഴ്ചയോളമായി പനി തുടങ്ങിയിട്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഡോക്ടറെ കാണിച്ചു. അപ്പോൾ മരുന്ന് ഒരാഴ്ചയ്ക്ക് മരുന്നുണ്ടായിരുന്നു, അത് കഴിച്ചു. പനിയൊക്കെ കുറഞ്ഞതാണ്. പിന്നെ ഒരു 4-5 ദിവസം പനിച്ചില്ല, പിന്നെ വീണ്ടും പനിച്ചു. അപ്പോൾ നമ്മൾ വീണ്ടും ഡോക്ടറെ അടുത്ത് വന്നു. അപ്പോൾ സാറ് കുറച്ച് കഫക്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, വീസിങ് ഉണ്ടായിരുന്നു. അപ്പോൾ നെബുലൈസേഷൻ്റെ മരുന്നുകളൊക്കെ തന്നു, ആൻറ്റിബയോട്ടിക്കും തന്നു. അപ്പോൾ 2-3 ഡോസ് ആൻറ്റിബയോട്ടിക് കഴിച്ചപ്പോൾ പിന്നെ പനി കുറഞ്ഞതായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും അവൾക്ക് 2-3 ദിവസം പനിച്ചില്ല, പിന്നെ വീണ്ടും പനിച്ചു തുടങ്ങി. അപ്പോൾ വീണ്ടും നമ്മൾ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് OPയിൽ തരുന്ന ലാസ്റ്റ് മെഡിസിനാട്ടാ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൾക്ക് അത് മരുന്ന് കഴിച്ചിട്ടും പനി നിൽക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അവൾക്കാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചെറിയൊരു ജലദോഷമായിട്ടാണ് ഫസ്റ്റ് വരാം. അതുകൊണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് പെട്ടെന്ന് അത് അങ്ങോട്ട് ചെസ്റ്റിലേക്ക് എടുക്കും. പിന്നെ ഭയങ്കര വീസിങ് ആയിരിക്കും, മാറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മളിപ്പോൾ നെബുലൈസേഷനൊക്കെ വീട്ടിലും ഒരുപാട് എടുത്തിരുന്നു, ഇൻഹേലർ എടുക്കുന്നുണ്ട്. പക്ഷെ ആൾക്ക് കുറവൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ചെസ്റ്റിൽ ചെറുതായിട്ട് ഫൈൻഡിങ്സ് ഉണ്ടായിരുന്നു എന്ന് അന്ന് എക്സ്റേ എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ആ എക്സ്റേ നമ്മൾ കയ്യിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എന്താ ഡോക്ടർ പറയാമെന്നുള്ളത് അറിയില്ല. അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകണോ വേണ്ടേ എന്ന് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൾക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ നമുക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്നൊക്കെ എടുക്കും, അങ്ങനെ ക്ഷീണം അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇയാളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂപ്പർക്ക് ഒരു ക്ഷീണവും അങ്ങനെയുള്ള കാര്യങ്ങളും ഒന്നും അങ്ങനെ തോന്നില്ല. ആർക്ക് കണ്ടാൽ വയ്യാന്നൊന്നും തോന്നില്ല കേട്ടോ. ആൾ ഭയങ്കര എനർജറ്റിക് ആയിട്ടിരിക്കും. പക്ഷേ 2 ദിവസമായിട്ട് ഒന്ന് ഡൗൺ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ അത് സീരിയസ് ആയിട്ട് എടുക്കുകയും ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി അത് അവൾക്ക് അത്രയും ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത് മനസ്സിലായി. മറ്റേത് അവൾ ഡോക്ടർ തന്നെ പറയും, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീ പറയണം, ചെറിയ ബുദ്ധിമുട്ട് എന്താണെന്നുണ്ടെങ്കിൽ പറയണം, എന്നാലേ നമുക്ക് ഉടനെ മെഡിസിൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അത് നിനക്ക് നന്നായിട്ട് കൂടും. പക്ഷേ എനിക്ക് എന്താണെന്നറിയില്ല, ഇവൾക്ക് വേദനയായാലും ഇവൾ നന്നായി സഹിക്കും, ബുദ്ധിമുട്ടാണെങ്കിൽ ഇവൾക്ക് എന്താണെന്നുള്ളത് പറയാനറിയില്ല എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ചിലരൊക്കെ നമ്മളോട് പറയില്ലേ, ഇവളങ്ങനെ പറയില്ല. അത് കാരണം ഇവൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് തിരിച്ചറിയാൻ കുറച്ച് ബുദ്ധിമുട്ട് വരും കേട്ടോ. പിന്നെ നല്ല വീസിങ്ങൊക്കെ വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. അപ്പോൾ രാവിലെ തൊട്ടിട്ട് പനി നല്ല കൂടുതലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 2 മണിയൊക്കെ ആ സമയത്ത് നമ്മൾ എന്തായാലും ഹോസ്പിറ്റലിൽ പോകാമെന്നുള്ള തീരുമാനം എടുത്തു. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിയിട്ടാണ്. ഇപ്പോൾ ഡോക്ടർ ഇപ്പോൾ ഒരു 2:30-2:45 ആ ഒരു ടൈം ആയിട്ടുണ്ട്. 3 മണി വരെ ഡോക്ടർ ഉണ്ടാവുള്ളൂ. ഇന്നാണെങ്കിൽ നല്ല തിരക്കുള്ള ദിവസമാണെന്ന് തോന്നുന്നുണ്ട്, നിറച്ച് വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ വേഗം വണ്ടിയിൽ നിന്ന് ഇറങ്ങി അങ്ങനെ നേരെ റിസപ്ഷനിൽ ചെന്ന് ഫയലെടുത്ത് ഡോക്ടർ റൂമിലേക്ക് പോവാണ്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ അത്യാവശ്യം
ആൾക്കാരൊക്കെ ഉണ്ട്. സാധാരണ ഈ സമയമാകുമ്പോൾ ഒന്ന് തിരക്കൊക്കെ ഒന്ന് കുറയണതാണ്. ഇപ്പോൾ ഇന്നിപ്പോൾ കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ ഡോക്ടർ റൂമിൻ്റെ അവിടെ. എന്നാലും കുറേയൊക്കെ ഒഴിവുണ്ട്. നമ്മൾ ഒഴിവുള്ള സ്ഥലം നോക്കിയിരുന്നു. നമ്മളിപ്പോൾ ഇവിടെ ദയൽ റഹ്മാൻ സാറിനെയാണ് കുട്ടികളെല്ലാവരെയും കാണിക്കുന്നത് കേട്ടോ. 4 പേരെയും ആൾ തന്നെയാണ് കാണിച്ചിരുന്നത്. ബത്തു ഇപ്പോൾ കുറച്ച് വലുതായ കാരണം നമ്മൾ ഫിസിഷ്യന് അനൂപ് സാറിനെയാണ് ബത്തൂലിനെ കാണിക്കുന്നത്. ബാക്കി 3 പേരും റഹ്മാൻ സാറിനെ തന്നെയാണ് ഇപ്പോൾ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ സാറിൻ്റെ അടുത്ത് ചെന്നാൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ എല്ലാ കാര്യങ്ങളും വളരെ ക്ഷമയോടെ കേട്ട് നമുക്ക് അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്ത് തന്ന് നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് കൂളാക്കിയിട്ട് സാർ വരുന്നത്. കുട്ടികൾക്ക് വയ്യാണ്ടാവുമ്പോൾ എല്ലാ അമ്മമാർക്കും മനസ്സിൽ ഒരുപാട് ടെൻഷനും ഒരുപാട് സംശയങ്ങളും അതൊക്കെ ആയിട്ടാവും നമ്മൾ ചെല്ലുക ഹോസ്പിറ്റലിലേക്ക്. അപ്പോൾ സാറാണെന്നുണ്ടെങ്കിൽ നമുക്കതെല്ലാം പറഞ്ഞ് ചില സമയത്ത് ഡെമോ അടക്കം എടുത്ത് കാണിച്ച് തന്ന് ഇത് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് നമ്മളെ മനസ്സിലാക്കും. അതേപോലെ തന്നെ വാർണിംഗ് സൈൻസൊക്കെ നമുക്ക് പറഞ്ഞു തരും. അപ്പം അങ്ങനെ ഒക്കെ ആകുമ്പോൾ നമുക്കും ഒരു ആശ്വാസമാണ്. ഡോക്ടറെ അടുത്ത് ചെന്ന ഒരു സമാധാനമാണ്, മാറും എന്നുള്ളൊരു വിശ്വാസം നമുക്ക് വരും കേട്ടോ. പിന്നെ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ തന്നെ സാറിന് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താലും നമുക്കതിനുള്ള റിപ്ലൈ തരും. അത് ഇപ്പോൾ ഞാനങ്ങനെ വിളിച്ച് ശല്യം ചെയ്യാറില്ല. എന്തെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സാറിന് മെസ്സേജ് ചെയ്യും. ഇപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ കാഷ്വാലിറ്റിക്ക് വരേണ്ട കേസാണെന്നുണ്ടെങ്കിൽ സാറ് പറയുമ്പോൾ നിങ്ങൾ കാഷ്വാലിറ്റിക്ക് വായോ എന്ന് പറയുമ്പോൾ അവിടെ എല്ലാം സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ടാവും. ഇപ്പൊന്നല്ല, നമ്മളിപ്പോൾ വർഷങ്ങളായിട്ട് ദയൽക്ക് തന്നെയാണ് വരിക. പിള്ളേരൊക്കെ ദയൽ തന്നെയാണ് കാണിക്കുന്നത്. അപ്പം ആ ഒരു ഇപ്പം അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ താഴെ 2 പേരുടെ വിശേഷം ചോദിക്കുക. അവർക്കുണ്ടായിരുന്നോ പനി, അവർക്ക് എങ്ങനെയാണെന്നൊക്കെ ചോദിക്കട്ടോ. ഇപ്പോൾ നമ്മളെ വിളിച്ചു എന്നിട്ട് ഇപ്പോൾ പറഞ്ഞു എന്നെ കണ്ടപ്പോൾ ഡോക്ടർ ചിരിക്കും, നീ പിന്നെയും വന്നു എന്ന് ചോദിക്കുമെന്ന് പറയാം. എന്താ വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ തന്നെ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി അഡ്മിറ്റ് ആക്കേണ്ടി വരും ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ അഡ്മിറ്റ് ആവണമെന്ന് സാർ പറഞ്ഞു. വെച്ചാൽ നല്ല വീസിങ് ഉണ്ടായിരുന്നു അവർക്ക്. പിന്നെ പനി ഇങ്ങനെ നിൽക്കണ കാരണം അത് ഇൻഫെക്ഷൻ ഉള്ളതുകൊണ്ടാണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ അടുത്ത സിസ്റ്ററോട് പറഞ്ഞു ഒന്നും കഴിച്ചിട്ടില്ല, അപ്പോൾ നമുക്ക് ചായ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ക്യാൻറ്റീനിൽ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് വരാം എന്ന് പറഞ്ഞു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു പോയിട്ട് നേരെ ഒപ്പിലേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരെ ചായ കുടിക്കാൻ വേണ്ടി പോവാട്ടോ. ഇപ്പം തന്നെ ഇത്രയും വയ്യെങ്കിലും ആൾ എനിക്ക് നടക്കണ കണ്ടില്ലേ, അതുപോലെ തന്നെ ആയിരുന്നു കേട്ടോ. നല്ല ഉഷാറിൽ മൂപ്പരെ എനിക്ക് നടക്കും. അപ്പോൾ അതുകൊണ്ടാണ് സാർ പരമാവധി വീട്ടിലേക്ക് തന്നെ മരുന്ന് തന്നിരുന്നത് കേട്ടോ. ക്യാൻറ്റീൻ വന്ന് നോക്കിയപ്പോൾ പഴംപൊരി സാധനങ്ങളൊന്നും ഇല്ല. ഒരു ചായയും ഒരു ബോണ്ടയും കൂടി ഓർഡർ ചെയ്തു കേട്ടോ. ഇപ്പോൾ എന്ത് വിശക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് കഴിച്ചു നോക്കാനൊരാഗ്രഹം, അങ്ങനെ അപ്പോൾ അത് ഓർഡർ ചെയ്തു. ഇവിടെ പിന്നെ മറ്റ് ഹോസ്പിറ്റലത്തെ ക്യാൻറ്റീൻ പോലെ അല്ല കേട്ടോ, നല്ല വൃത്തിയാണ്. നമുക്ക് മനസ്സറിഞ്ഞ് ഭക്ഷണം കഴിക്കാം. അതിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളമാണെങ്കിൽ പോലും നമുക്ക് തൃപ്തിയോടെ കുടിക്കുക കേട്ടോ. അത്രയ്ക്ക് വളരെ നീറ്റാണ്. ഞാൻ ഇത്രയ്ക്ക് വൃത്തിയുള്ള ക്യാൻറ്റീൻ നമ്മുടെ തൃശ്ശൂർ ഉണ്ടാവില്ല ഒരു ഹോസ്പിറ്റലിൽ. അത് നമുക്ക് അത്രയും ഇതോടുകൂടി നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ നമ്മൾ നേരെ ഡോക്ടർ ഒപ്പിയുടെ വന്നിരിക്കുക കേട്ടോ. ഇപ്പോൾ സിസ്റ്ററോട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ വന്നിട്ടുണ്ടെന്നുള്ളത്. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്നു. ഒരു സ്റ്റാഫ് വരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ അഡ്മിഷൻ കൗണ്ടറിലേക്ക് കൊണ്ടുപോകാനായിട്ട്. അങ്ങനെ നമ്മൾ ആ സ്റ്റാഫിൻ്റെ കൂടെ അങ്ങോട്ട് പോകാൻ കേട്ടോ. അപ്പോൾ റൂം കിട്ടുമെന്നൊന്നും അറിയില്ല. സാധാരണ വൈകുന്നേരം ആ ഒരു ടൈമിലാണ് ഇവിടെ ഡിസ്ചാർജൊക്കെ ഉണ്ടാവാറ്. രാത്രി ആവാറുണ്ട് റൂം കിട്ടുമ്പോൾ. അഡ്മിഷൻ കൗണ്ടറിലെത്തി. അങ്ങനെ മറിയത്തിന് അവിടെ നേരെയുള്ള ആ ചെയറിൽ പോയിരുന്നോളാൻ പറഞ്ഞു കേട്ടോ. പിന്നെ അങ്ങനെ ഞാൻ നേരെ ഫയല് അഡ്മിഷൻ ഫയല് സൈൻ ചെയ്ത് കൊടുത്തു. അതേമാതിരി റൂം ഒക്കെ ഏതാണെന്നുള്ളതൊക്കെ സെലക്ട് ചെയ്ത് കൊടുത്തു. അപ്പോഴാണ് പറയണത് വാർഡും ഫില്ലാണ് റൂമും ഫില്ലാണ് എന്നുള്ളത്. അപ്പോൾ ബെഡൊന്നും ഇപ്പോൾ ഇല്ല എന്നുള്ളത് പറഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യേണ്ടി വന്നു. നല്ല തിരക്കായിരുന്നു ഹോസ്പിറ്റലിൽ. അങ്ങനെ പിന്നെ കുറച്ച് ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതിയിട്ടുണ്ടായിരുന്നു. ലാബിൽ പോയിട്ട് ബ്ലഡൊക്കെ കൊടുക്കാമെന്ന് വെച്ചു. അങ്ങനെ മറിയം നല്ല തലവേദനയൊക്കെ ആയിട്ട് ഇരിക്കുക കേട്ടോ. അപ്പോൾ ബെഡില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്ന് പറഞ്ഞിട്ട് ഇരിക്കുക. നമുക്കൊക്കെ മേലൊക്കെ വേദനയും എല്ലാം ഉണ്ട്. ഞാൻ പിന്നെ അവിടുന്ന് നേരെ നമ്മളെ ഇൻഷുറൻസ് സെക്ഷനിലേക്ക് പോയിട്ടാണ്.
ഇൻഷുറൻസ് ഒക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. അവിടുത്തെ സ്റ്റാഫുകളൊക്കെ നമുക്ക് പടപടയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തരും. അങ്ങനെ അവിടെയും കുറച്ച് സൈൻ ചെയ്ത് കൊടുക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊടുത്തു. അങ്ങനെ നമ്മൾ വീണ്ടും തിരിച്ച് കൗണ്ടറിൻ്റെ അവിടെ തന്നെ വന്നു. പിന്നെ അവിടുന്ന് നേരെ ലാബിൽ പോയി ബ്ലഡ് കൊടുത്തു. അപ്പോഴത്തേനും മറിയം കിടപ്പായി, സൈഡായി തുടങ്ങി. മൂപ്പര് നല്ല ക്ഷീണമായി തുടങ്ങിയിട്ടാണ്. പക്ഷേ ബെഡ് ഒഴിവാണുണ്ടോയെന്ന് ഇങ്ങനെ അവരിങ്ങനെ വിളിച്ച് ചോദിക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ കുറച്ച് നേരം നിൽക്കുമ്പോഴത്തേനും ബെഡ് ഒരെണ്ണം കിട്ടി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാം. അപ്പോൾ വീൽ ചെയർ വേണ്ടാന്ന് അവൾക്ക് നിർബന്ധം, നടക്കണം, വീൽ ചെയറിൽ പോകണമെന്ന് മൂപ്പർക്ക് അങ്ങനെ ഇഷ്ടമുള്ള കാര്യമല്ല. അങ്ങനെ വാശി പിടിച്ചത് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും പറഞ്ഞു വേണ്ടാന്നാണ് പറയണത്, കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ നമ്മളെ നേരെ നമ്മൾ വാർഡിലേക്ക് ആയിട്ടാണ് പോണത്. വാർഡ് കുഴപ്പമില്ല, ഇവിടുത്തെ വാർഡൊക്കെ നല്ല ക്ലീനാണ് കേട്ടോ. എപ്പോഴും ഇവിടുത്തെ എല്ലാ ഏരിയയും നല്ല ക്ലീനാണ്. അങ്ങനെ നമ്മൾ നേരെ ഇപ്പോൾ ഗൈനിക്കിൻ്റെ ഭാഗത്തുള്ള ഒരു ക്യൂബിക്കൽ വാർഡുണ്ട്. അപ്പോൾ അവിടെയാണ് ഒരു ബെഡ് കിട്ടിയത്. അപ്പോൾ അവിടെ കിടന്നു. മൂപ്പർക്ക് വേഗം തന്നെ അവർ ഇഞ്ചക്ഷൻ ഇട്ടു. പിന്നെ നെബുലൈസേഷനും നല്ല വീസിങ് ആയിരുന്നു. എന്താണെന്ന് വെച്ചാൽ നമുക്ക് നിങ്ങളുടെ ശബ്ദം ഇങ്ങനെ ആ ഒരു കിളി അറിയണ ഒരു ശബ്ദം ഇങ്ങോട്ട് കേൾക്കാം. അങ്ങനെയായിരുന്നു കേട്ടോ. അപ്പോൾ അത് തലൊക്കെ വെട്ടി പൊളിയണ വേദനയായിരുന്നു മൂപ്പർക്ക്. പിന്നെ നെബുലൈസേഷനൊക്കെ എടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾ ഉഷാറായി വന്നു കേട്ടോ. ബത്തു അപ്പോഴത്തേനും സ്കൂള് വിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവൾ നേരെ ഹോസ്പിറ്റലിലേക്കാട്ടോ വന്നത്. എന്ന് വെച്ചാൽ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്കാണെങ്കിൽ വീട്ടിലേക്ക് പോയിട്ട് ബാഗൊക്കെ എടുക്കണം. അപ്പോൾ ഞാൻ പോകുമ്പോഴത്തേനും എനിക്ക് ഉഷാറായി. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് കുറച്ച് സമാധാനമായിട്ടാണ്. അങ്ങനെ ബത്തുവിൻ്റെ അടുത്താക്കി ഞാൻ വേഗം വീട്ടിൽ പോയി സാധനങ്ങളൊക്കെ എടുത്ത് വന്നതും റൂം റെഡിയായി എന്ന് പറഞ്ഞു. അപ്പോൾ അവിടുന്ന് സിസ്റ്റർമാർ വിട്ടില്ല കേട്ടോ. വീൽ ചെയറിൽ തന്നെ റൂമിലാക്കുള്ളൂ, അല്ലെങ്കിൽ പോകാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ മൂപ്പര് വീൽ ചെയറിൽ തന്നെ കയറിയിരുന്നു. അങ്ങനെ നമ്മൾ നേരെ റൂമിലേക്ക് എത്തി. റൂം കുറച്ച് വലിയ റൂമായിട്ടാണ് നമുക്ക് കിട്ടിയത്. ചെറിയ റൂമൊന്നും ഇല്ല, അതായത് ഒക്കെ ഫില്ലാണ്. നമുക്ക് ഈ ഒരൊറ്റ റൂമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ റൂം തന്നെ നമ്മൾ എടുത്തു. റൂമില്ലാണ്ടിട്ട് പറ്റില്ല. ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ ഇരുന്നിട്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ വേറെ ശബ്ദങ്ങളൊക്കെ കേൾക്കാം, വേറെ ഒന്നും വിചാരിക്കരുത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ റൂമിൽ ബാത്റൂമിന് വേറെ സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വാഷ് ബേസിൻ, അതേമാതിരി വലിയ വാർഡ്രോബ്, നല്ല സൗകര്യമുള്ള റൂമാട്ടോ. നല്ല വലിപ്പമുണ്ട്. ശരിക്കും കുഞ്ഞു മക്കളൊക്കെ ഉണ്ടെങ്കിൽ സുഖമാണ്. ഒന്ന് ഇറങ്ങി നടക്കാനുള്ള സ്പേസ് അത്യാവശ്യം റൂമിൽ തന്നെ ഉണ്ട്. അവർക്കും ഒന്ന് ഇറങ്ങി ഓടി കളിക്കാനൊക്കെ ഉള്ള സ്പേസ് ഉണ്ട്. പക്ഷേ നമ്മൾ മറിയത്തിനാണെങ്കിൽ ചെറിയ റൂം അത് മതി എന്ന് പറഞ്ഞിട്ട് അവൾ ഇരിക്കും. പക്ഷേ ചെറിയ റൂമില്ല അവൾക്ക്. പറയുന്നത് ഒറ്റയ്ക്കായ പോലെ എന്തോ പോലെ എന്ന് പറഞ്ഞപ്പോൾ ഞാനിപ്പോൾ എനിക്ക് എന്തെങ്കിലും ആവശ്യത്തിന് കാൻറ്റീനിലൊക്കെ പോയി കഴിഞ്ഞാൽ അവൾ ഒറ്റയ്ക്ക് ഇരിക്കുന്നത്. ചെറിയ റൂമാണെങ്കിൽ അത്രയും നല്ലതാന്ന് പറഞ്ഞിട്ട് അവൾ ഇരിക്കുന്നത്. പിന്നെ അവൾക്കാണെങ്കിൽ AC പറ്റണമില്ല. അപ്പോൾ മൂപ്പർക്ക് വന്നപ്പോൾ തണുക്കുന്നു കുളിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ AC ഇട്ടില്ല കേട്ടോ. കുളിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പുറച്ച് മൂടി കിടക്കുക കേട്ടോ. പിന്നെ റൂം കണ്ട നല്ല ക്ലീനാണ്. നല്ല ഇത് ചെറിയ റൂമും അങ്ങനെ തന്നെ. അതേമാതിരി വാർഡും അതൊക്കെ നല്ല ക്ലീനാണ്. എനിക്ക് നോർമൽ വാർഡാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ. അതാകുമ്പോൾ കുറച്ച് ആൾക്കാരെ കണ്ട് നമുക്ക് ഇരിക്കാം. മറ്റേ ക്യൂബിക്കലാകുമ്പോൾ എന്തോ ശ്വാസം മുട്ടണ പോലെ തോന്നും. അപ്പോൾ നോർമൽ വാർഡിലൊന്നും നമുക്ക് ബെഡില്ല. പിന്നെ രാത്രി ഒരു 1 മണിയൊക്കെ ആവണ സമയത്ത് ആൾക്ക് പനി വന്നപ്പോൾ പിന്നെ നമ്മൾ സിസ്റ്ററെ വിളിച്ചു. അത് നമുക്ക് ഈ സംഭവം അത് പിടിച്ച് ഞെക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്ത് കൂക്കും വിളിയൊക്കെ കേൾക്കാം. അപ്പോൾ സിസ്റ്റർമാർ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ട മെഡിക്കേഷനൊക്കെ ചെയ്ത് തരും അവർ കേട്ടോ. നമുക്ക് പുറത്ത് പോയിട്ട് സിസ്റ്റർമാരെ വിളിക്കേണ്ട, അവർ വന്നിട്ട് നമ്മളെ കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ ഇഞ്ചക്ഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ അത് ഊരാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നെബുലൈസേഷനും കൂടി ചെയ്തു കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. നമ്മൾ ഇപ്പോൾ ഡിസ്ചാർജ് ആയിട്ടില്ല, കുറവായിട്ടുണ്ട് അവൾക്ക്. ഇനിയിപ്പോൾ ഇഞ്ചക്ഷൻ ചിലപ്പോൾ 5 ദിവസമൊക്കെ ഉണ്ടാകുമായിരിക്കും. അവൾക്ക് നല്ല കഫക്കെട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവള് റൂം മാറ്റി തരാൻ പോയി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ റൂമൊന്നും വേക്കൻസി ഇല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ മാറ്റി കിട്ടുമോ എന്നുള്ളത് അറിയില്ല. എത്ര വലിയ റൂമിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ടാണ്. പിന്നെ വൃത്തി എല്ലാ റൂമിനും ഒരേപോലെ ആട്ടാ. ഇവിടുത്തെ ഈ ഹോസ്പിറ്റലിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നതും ഈ വൃത്തി തന്നെയാണ്. ഞാനിപ്പോൾ അത് പ്രത്യേകിച്ച് എടുത്ത് പറയാൻ കാരണം, നമ്മുടെ തൃശ്ശൂർ ഏറ്റവും വൃത്തിയുള്ള ഹോസ്പിറ്റൽ ഏതാണെന്ന് ചോദിച്ചാൽ ദയാന്ന് തന്നെ പറയാം.
വൃത്തി മാത്രമല്ല നല്ല ട്രീറ്റ്മെൻറ്റും കിട്ടും. പക്ഷെ നമുക്ക് ഏറ്റവും മെയിനായിട്ട് വേണ്ടത് വൃത്തിയാണല്ലോ. അതാണ് ഞാനത് എടുത്ത് പറയാൻ കാരണം ഉണ്ടാവും. എന്താ വെച്ചാൽ ഇതിപ്പോൾ പുതിയ മെയിൻറ്റെയിൻ ഇപ്പം ചെയ്തതാണെങ്കിൽ കൂടി പണ്ടിപ്പോൾ ഞാനിപ്പോൾ ഫസ്റ്റ് ഈ ഹോസ്പിറ്റലിൽ 2010 ഒരു ടൈമിൽ വന്നിട്ടുണ്ട്. പിന്നെ 2012 ആ ഒരു ടൈം തൊട്ടാണ് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഇത്രയും വർഷം ഈ ഹോസ്പിറ്റലിലേക്ക് വന്നത്. പക്ഷെ അപ്പോഴും ഇപ്പോഴും വൃത്തിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ. നല്ല വൃത്തിയാണ്. ഇപ്പം ഫ്ലോറാണെങ്കിലും ക്യാൻറ്റീൻ ആണെങ്കിലും എല്ലാം നല്ല ക്ലീനാണ്. അന്നും ഇന്നും ഒരേപോലെയാണ് വൃത്തിയുടെ കാര്യത്തിൽ. പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേഴ്സിംഗ് കെയർ അതൊരു രക്ഷയില്ല കേട്ടോ. നഴ്സുമാർ ഇവിടുത്തെ അവരെ ശരിക്കും മാലാഖമാരെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതൊരു സമയത്തും അവരെ വിളിച്ച്, ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ബേസ് ചെയ്തിട്ട് പറയണതല്ല, നമ്മൾ ഇത്രയും വർഷം നമ്മൾ ഈ ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയണതാട്ടോ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ചിലപ്പോൾ ചില സമയത്ത് ഇപ്പോൾ എനിക്ക് ഐഷൊക്കെ കുഞ്ഞായിരിക്കുന്ന ടൈമിൽ 10 മിനിറ്റ് ഇടവിട്ടിട്ട് എനിക്ക് അവരെ നഴ്സുമാരെ വിളിക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ട്. പക്ഷെ അവർക്ക് ഒരു മടിയില്ല. രാത്രി 2 മണി 3 മണി ആ സമയത്തൊക്കെ ഒരു മടിയില്ലാണ്ട് അവർ വന്ന് നമ്മൾക്ക് എന്താ ഏതാന്നുള്ളതൊക്കെ നോക്കി വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് തന്ന്, അത് ശരിക്കും പറഞ്ഞാൽ ഒരു മനസ്സ് അതിന് വേണം. പിന്നെ ചിരിച്ചുകൊണ്ടല്ലാണ്ട് ഇവിടുത്തെ നഴ്സുമാരെ നമുക്ക് കാണാൻ പറ്റില്ല. എത്ര വട്ടാണെങ്കിലും എന്ത് കാര്യത്തിനാണെങ്കിലും അവർ ഓടിയെത്തി നമുക്കതൊക്കെ ചെയ്തു തരുന്നുണ്ടാവും. അതിപ്പോൾ പലയിടത്തും നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 2 പ്രാവശ്യം വരുമ്പോഴത്തേനൊക്കെ മുഖമൊക്കെ ഭയങ്കര വീർപ്പിച്ച് കെട്ടിയൊരു, പക്ഷെ നമുക്ക് അങ്ങനെ ഒരു അനുഭവം ഈ ഒരു ഹോസ്പിറ്റലിൽ നമുക്ക് ഉണ്ടായിട്ടില്ല കേട്ടോ. അത് നമുക്ക് ഇപ്പം ഞാൻ പറയണത് എൻ്റെ എക്സ്പീരിയൻസ് ആണ്. എനിക്ക് ഇവിടെ ഉണ്ടായിട്ട് ഇപ്പോൾ ഇത്രയും വർഷം ഞാനിപ്പോൾ ചാനൽ ഇപ്പോൾ തുടങ്ങിയ കാരണമാണ് ഞാനിപ്പോൾ ഇതിൽ കൂടെ പറയണത്. എനിക്ക് പറയാനൊരു അവസരം കിട്ടി. ഇതിന് മുന്നേ നമ്മൾ വരുമ്പോൾ നമുക്ക് കിട്ടിയ ആ ഒരു ഇതാണ് നമ്മൾ പറയണത് കേട്ടോ. അപ്പോൾ എന്തൊരു കാര്യത്തിനാണെങ്കിലും ഇവിടെ ബെസ്റ്റ് എന്ന് തന്നെ പറയാം. അപ്പം ഞാൻ ഇതിപ്പോൾ എടുത്ത് പറയാൻ എനിക്കിങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയ കാരണം ഞാനിത് പറയണമെന്നുള്ളത്. പിന്നെ ഞാനിങ്ങനെ പറഞ്ഞില്ലെങ്കിലും ഇവിടെ തിരക്കിന് ഒരു കുറവുമില്ല. നല്ല നല്ല ഡോക്ടേഴ്സും ഒക്കെ ഉള്ളത് കാരണം ഡെയിലി നല്ല തിരക്കാണ് ഈ ഹോസ്പിറ്റലിൽ. ഇപ്പം ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഇടേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. പക്ഷെ എനിക്ക് ഉണ്ടായ ഒരു അനുഭവങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്നുള്ളൂ കേട്ടോ. ഡോക്ടേഴ്സ് ആണെങ്കിലും സിസ്റ്റർമാരാണെങ്കിലും ഒക്കെ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഇതാണ് ഞാനിവിടെ കണ്ടിട്ടുള്ളത്. നമുക്ക് എന്തും അവരോട് ചോദിക്കാം. ഇപ്പോൾ ഡോക്ടർമാരാണെങ്കിലും നമുക്ക് എന്തും അവരോട് എന്ത് സംശയം ഉണ്ടെങ്കിലും അവരോട് അത് ചോദിക്കാം. അവരത് ക്ലിയർ ചെയ്ത് തരുകയും ചെയ്യും. അവർക്ക് നമ്മൾ വന്ന് നമ്മുടെ ആ ഇത് കഴിഞ്ഞിട്ട് അവർ അടുത്ത പേഷ്യന്റിനെ വിളിക്കുള്ളൂ. അല്ലാണ്ട് വെറുതെ വന്ന് മരുന്ന് എഴുതി വിട്ട് നമുക്കും ഒരു എന്താ ഏതാന്നുള്ളത് അറിയില്ല കൊടുക്കുക, അങ്ങനല്ല. നമുക്ക് എന്തുണ്ടെങ്കിലും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ട് അങ്ങനെയാണ് ഇവിടെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും. അപ്പൊ ഇനി പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ഡിസ്ചാർജ് ആയതിന് ശേഷം നമുക്ക് ഇനി വീഡിയോയിൽ കാണാട്ടോ. ഇപ്പോൾ എത്ര ദിവസമൊക്കെ എടുക്കണം എന്നുള്ളതൊന്നും അറിയില്ല. എന്തായാലും കുറവായിട്ടുണ്ട്, വന്നതിലും നല്ല മാറ്റങ്ങൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.